പ്രിയപ്പെട്ടവരെ, വിശ്വാസജീവിതത്തിന്റെ അച്ചുതണ്ടായ 10 കൽപ്പനകളെക്കുറിച്ചുള്ള നമ്മുടെ പഠനപരമ്പരയുടെ ആരംഭമാണിത്. ഈ പ്രാരംഭവേളയിൽ കൽപ്പനകളുടെയെല്ലാം കേന്ദ്രബിന്ദുവും അടിത്തറയുമായ ഒന്നാം കൽപ്പനയുടെ ദൈവശാസ്ത്രപരമായ ആഴവും നമ്മുടെ ആധുനിക ജീവിതത്തിലെ പ്രയോഗവും നമുക്ക് ആഴത്തിൽ വിശകലനം ചെയ്യാം. ഈ കൽപ്പനയുടെ ലക്ഷ്യം ഒരു ആത്മപരിശോധനയ്ക്കുള്ള ക്ഷണമാണ്. നമ്മുടെ സമയവും ചിന്തകളും സമ്പാദ്യവും ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യം ആധുനിക കാലത്തെ വിഗ്രഹാരാധനയുടെ സ്വഭാവം നിർവചിക്കുന്നതിനുള്ള അളവുകോലാണ്. വിമോചനത്തിന്റെ അടിത്തറ. ഒന്നാം കൽപ്പനയുടെ കൃത്യമായ വാചകം ഇതാണ്: ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഈ നിയമം നൽകുന്നതിനു മുമ്പ് ഉടമ്പടിയുടെ അടിസ്ഥാനം ദൈവം പ്രഖ്യാപിച്ചു: ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, അടിമത്വത്തിന്റെ ഭവനമായ ഈജിപ്ത് ദേശത്തുനിന്ന് നിന്നെ പുറത്തുകൊണ്ടുവന്നവൻ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ കൽപ്പന കേവലമൊരു നിയമസംഹിതയല്ല, മറിച്ച് നമ്മുടെ രക്ഷാകരമായ അനുഭവത്തെയും വിമോചനത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ദൈവം അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ജനത്തോടുള്ള സ്നേഹത്തിന്റെയും നന്ദിയുടെയും ആവശ്യകതയാണിത്. നിയമം നൽകുന്നതിലൂടെ ദൈവം നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അത് നമ്മുടെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. രക്ഷകനായ ദൈവത്തെ അവഗണിച്ച് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ ആശ്രയിക്കുമ്പോൾ മനുഷ്യൻ വീണ്ടും ആത്മീയമായ അടിമത്തത്തിലേക്ക് സ്വയം വീഴുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ കൽപ്പന നിയമത്തിന്റെ ഭാരമല്ല, സന്തോഷത്തിലേക്കുള്ള സഹായമാണ്. ദൈവത്തിന്റെ പരമാധികാരം. എന്റെ മുമ്പാകെ. 10 കൽപ്പനകൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമങ്ങളാണ്. എന്റെ മുമ്പാകെ, ബിഫോർ മീ എന്ന പ്രയോഗം കേവലം സ്ഥാനപരമായ ഒരു വിഷയമല്ല, മറിച്ച് പരമാധികാരത്തിന്റെ കാര്യമാണ്. ദൈവത്തിന് പകരമായി മറ്റൊന്നിനെ ആരാധിക്കുക, അവിടുത്തെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന എന്തിനേയും ദൈവത്തിന് തുല്യമായി പരിഗണിക്കുക എന്നിവയെല്ലാം ഈ കൽപ്പന നിരോധിക്കുന്നു. ഈ കൽപ്പന മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ്. നീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നീ സ്വയം ദ്രോഹിക്കരുത് എന്നാണ് ദൈവം പറയുന്നത്. സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെ ആരാധനയുടെ കേന്ദ്രമായി വയ്ക്കുമ്പോൾ അത് മനുഷ്യനെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ആത്മാവിൽ ശൂന്യനാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവയെ ഉണ്ടാക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്ന സകലരും അവയെ പോലെ ആയിത്തീരുന്നു എന്ന് വിശുദ്ധഗ്രന്ഥം പറയുന്നത്. ജീവനുള്ളവനും ചരിത്രത്തിൽ ഇടപെടുന്നവനുമായ ഏക സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്നതിലാണ് നമ്മുടെ ജീവിതം അതിന്റെ ഐക്യം കണ്ടെത്തുന്നത്. ഒന്നാം കൽപ്പനയുടെ ക്രിയാത്മകമായ ആഹ്വാനം. ഒന്നാം കൽപ്പന നിരോധനത്തിൽ അവസാനിക്കുന്നില്ല. ദൈവത്തിന് മാത്രം അർഹമായ പരമോന്നത ആരാധന അവിടത്തേക്ക് നൽകാനുള്ള ക്രിയാത്മകമായ ആഹ്വാനമാണിത്. ഈ ആരാധന 3 ദൈവശാസ്ത്രപരമായ പുണ്യങ്ങളുടെ പ്രയോഗത്തിലൂടെയാണ് പൂർണ്ണമാകുന്നത്. വിശ്വാസം. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ ഉറച്ചു വിശ്വസിക്കുക. ആവശ്യമുള്ളപ്പോൾ പരസ്യമായി വിശ്വാസമേറ്റുപറയുക. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മനഃപൂർവ്വം അവഗണിക്കുകയോ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന വിശ്വാസമില്ലായ്മ ഇതിനെതിരാണ്. പ്രത്യാശ. ശരണം. ദൈവം സർവശക്തനും അളവറ്റ നന്മയുള്ളവനുമാണ്. അവിടത്തെ കൃപയും സ്വർഗീയ ജീവിതവും വാഗ്ദാനം ചെയ്യുന്നു എന്ന ഉറപ്പാണ് പ്രത്യാശ. രക്ഷിക്കാൻ ആവശ്യമായ സഹായം ദൈവം നൽകില്ലെന്ന് വിശ്വസിച്ച് ആശ്രയം ഉപേക്ഷിക്കുന്നത് നിരാശയാണ്. സ്നേഹം ബാർ കരുണ. സ്നേഹമാണ് നിയമത്തിന്റെ പൂർണ്ണത. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടെ സ്നേഹിക്കുക. ദൈവത്തിനു പകരം സൃഷ്ടിക്കപ്പെട്ട ഒന്നിനോട് അമിതമായ സ്നേഹം വെച്ചുപുലർത്തുന്നത് ദൈവത്തോടുള്ള കടമകൾക്ക് എതിരായ പാപങ്ങൾ. ഒന്നാം കൽപ്പന ദൈവത്തോടുള്ള കടമകളിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന ചില പാപങ്ങളെ കർശനമായി നിരോധിക്കുന്നു. അന്ധവിശ്വാസം. പ്രാർത്ഥനകളുടെയോ കൂദാശകളുടെയോ ഫലം അതിന്റെ ബാഹ്യമായ പ്രകടനത്തിൽ മാത്രമാണെന്ന് വിശ്വസിക്കുകയും ആന്തരികമായ ഒരുക്കത്തെ അവഗണിക്കുകയും ചെയ്യുന്നത് അന്ധവിശ്വാസത്തിൽ വീഴുന്നതിന് തുല്യമാണ്. ദിവ്യജ്ഞാനം തേടലും മന്ത്രവാദവും. ഭാഗ്യം പറയൽ, ഫോർച്യൂൺ ടെല്ലിംഗ്, മന്ത്രവാദം തുടങ്ങിയ രീതികൾ വഴി ഭാവിയെ അറിയാൻ ശ്രമിക്കുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഭക്തിവിരുദ്ധത. ദൈവത്തെ പരീക്ഷിക്കൽ, വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കൽ, പവിത്രമായ കാര്യങ്ങൾ വിൽക്കൽ എന്നിവയെല്ലാം ഈ കൽപ്പന ലംഘിക്കുന്ന പ്രധാനപ്പെട്ട പാപങ്ങളാണ്. നിരീശ്വരത്വവും. അജ്ഞേയതാവാദവും. ദൈവത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ ആത്മീയമായ ശൂന്യത ഭൗതിക വസ്തുക്കളാൽ നികത്തപ്പെടുന്നു. ഈ അവസ്ഥയാണ് ലോകവസ്തുക്കളെ ദൈവമാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആധുനിക കാലത്തെ വിഗ്രഹങ്ങൾ. ഇന്ന് വിഗ്രഹാരാധന ഒരു നിരന്തരമായ പ്രലോഭനമായി നിലനിൽക്കുന്നു.
ദൈവമല്ലാത്ത ഒന്നിനെ നാം ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ വിഗ്രഹാരാധന സംഭവിക്കുന്നു. മാമ്മോന്റെ വിഗ്രഹം. ഭൗതിക സമ്പത്തിനോടുള്ള അമിതമായ ആസക്തിയാണ് മാമോൻ. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പണം, കരിയർ, സമ്പത്ത് എന്നിവയ്ക്കായി മാത്രം ജീവിക്കുന്നത് വിഗ്രഹാരാധനയുടെ രൂപമായി കണക്കാക്കുന്നു. ഭൗതിക സുരക്ഷയ്ക്കായി ദൈവത്തേക്കാൾ സമ്പത്തിൽ ആശ്രയിക്കുന്നത് പ്രത്യാശയുടെ സ്ഥാനത്ത് മാമ്മോനെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ്. അധികാരവും സ്വാധീനവും. കരിയർ വിജയത്തെ വിശ്വാസത്തെക്കാളും കുടുംബജീവിതത്തെക്കാളും മുൻഗണന നൽകുന്നത് ആധുനിക വിഗ്രഹമാണ്. അധികാരത്തോടും സ്ഥാനമാനങ്ങളോടുമുള്ള ഈ ആസക്തി വ്യക്തിയുടെ ഞാൻ ഒരു ആരാധനാമൂർത്തിയായി മാറുന്ന സ്വാർത്ഥതയുടെ ആരാധനയിലേക്ക് നയിക്കുന്നു. സോഷ്യൽ മീഡിയയും അംഗീകാരം തേടിയുള്ള ഓട്ടവും. സാങ്കേതികവിദ്യ ഇന്ന് ഒരു വിഗ്രഹമായി മാറുന്നു. ലൈക്കുകൾ, കമന്റുകൾ, ഫോളോവേഴ്സ് എന്നിവയിലൂടെ ഓൺലൈൻ അംഗീകാരം തേടുന്നത് വിഗ്രഹാരാധനയുടെ രൂപമാണ്. മനുഷ്യന്റെ അംഗീകാരത്തിനായി ശ്രമിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ ദാസ്യത്തിൽ നിന്ന് അകന്നുപോകുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിനായി നാം നൽകുന്ന സമയം നമ്മുടെ യഥാർത്ഥ ആരാധനാ കേന്ദ്രം എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്നു. ഒന്നാം കൽപ്പന. ആത്മപരിശോധനയുടെ അളവുകോൽ. വിശ്വാസികളായ നാം സ്വയം വിലയിരുത്തലിന് വിധേയരാകേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ബലഹീനതകൾ വെളിപ്പെടുത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മൂല്യങ്ങളും മുൻഗണനകളും തിരിച്ചറിയാനുള്ള നിർണായക ഉപകരണങ്ങളാണ് സമയം, ചിന്ത, സമ്പാദ്യം എന്നിവ. നാം നമ്മൾ കരുതുന്നതിനേക്കാൾ മികച്ച ക്രിസ്ത്യാനികളല്ലെന്ന് മനസ്സിലാക്കാൻ ഈ സ്വയം വിലയിരുത്തൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും മാനസാന്തരത്തിലേക്ക് തിരിയുകയും ചെയ്യണം. അടിമത്വത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ച ഏക സത്യദൈവത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതവും സമയവും ചിന്തകളും സമ്പാദ്യവും തിരിച്ചു നൽകാം. അവിടുത്തെ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ നോട്ടു പോകാം.